ശ്രീ മുസ്തഫ ബുണ്ടുപാറ, ഈ സമസ്ത എന്തൊക്കെയാണ് ഈ പറയുന്നത്? മദ്രസകൾ സമയം മാറ്റില്ല, പൊതുവിദ്യാലയങ്ങൾ സമയം മാറ്റട്ടെ എന്ന്. മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാനുള്ളതാണോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പൊതുവിദ്യാലയങ്ങളുടെ സമയം? മഞ്ജുഷേ, നമ്മൾ കേരളം ഒരു ജനാധിപത്യ രാജ്യ, ഫാഷിസ്റ്റ് രാജ്യമല്ല, ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ സർക്കാരിന് മുമ്പിൽ വെക്കും. ഇവിടെ ഒന്നും സർക്കാർ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ കാര്യങ്ങൾ നീക്കണം എന്നാണെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ സംഘടന സമരം നടത്താൻ പാടുണ്ടോ? കാലാകാലങ്ങളിൽ പ്രതിപക്ഷ സംഘടന സമരം നടത്താറില്ലേ? പ്രക്ഷോഭം നടത്താറില്ലേ? ആശാ വർക്കർമാരുടെ വിഷയത്തിലൊക്കെ എടുത്ത നിലപാടെന്താ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഴുവനും കേട്ടുകൊണ്ട് അതിന് അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുകയാണ് സർക്കാർ വേണ്ടത്. അതിന് അവസരം വേണ്ടേ? ഇത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുക. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് പലതവണ ചർച്ച ചെയ്തു കൂടി തീരുമാനിച്ചതല്ലേ? അല്ലല്ലോ, വിവിധ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ ഈ വിഷയം? അല്ല, സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചിട്ടുള്ളതല്ലോ. ഏത് സംഘടനയായിട്ടാ ചർച്ച ചെയ്ത്? അല്ലേ, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ? ചർച്ച ചെയ്ത് ഇല്ല, ഒരു സംഘടനയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. സർക്കാർ ഒരു സംഘടനയായി ചർച്ച ചെയ്തിട്ടില്ല. സർക്കാർ ഓരോന്ന് പെട്ടെന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇത്. മറ്റൊരു കാര്യം, സർക്കാരിന് മുന്നിൽ മറ്റു വഴിയില്ല. ഇത് വിദ്യാഭ്യാസ നിയമം അനുസരിച്ചുള്ളതാണ്. അത് മാത്രമല്ല, കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ എന്തായാലും ഈ സമയത്തിൽ മാറ്റം വരുത്തിയേ തീരൂ. കൂടുതൽ മണിക്കൂറുകൾ പഠനത്തിന് വേണം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ന്യായം മദ്രസകൾക്ക് രാത്രി പഠിപ്പിക്കാൻ പറ്റുകയില്ല, അതനുസരിച്ച് സ്കൂൾ സമയം മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന സമയം ഏതാണ്? ഞങ്ങൾക്ക് അതിൽ സമയം നിർദ്ദേശിക്കാനുണ്ട്. ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത്, അതായത് ആ സമയം രാവിലത്തെ സമയമാണ് മദ്രസ പഠനത്തിന് തടസ്സം വരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് വൈകുന്നേരം ആക്കിയാൽ മതി? 4:45 4:30 ആക്കിയാൽ മതി, 1/4 മണിക്കൂർ അവിടെ പിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നറേഷൻ വരുന്നുണ്ട്. മുസ്ലിം സമുദായം എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിനെ വേറെ നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഫാഷിസ്റ്റ് രാജ്യമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടുത്തെ വോട്ടർമാരാണ്, ഞങ്ങൾ ഇവിടെ നികുതി പണം കൊടുക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് എന്താ ഇത് വളരെ പട്ടണം? ഏത് നിലക്കാണ് ഈ ചർച്ചയുടെ വിഷയം തന്നെ തെറ്റാ? കാരണം ഇവിടത്തെ ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അത് എന്തോ ഒരു ആവശ്യം പറയുമ്പോഴേക്കും അത് കമ്മ്യൂണലായി, സമുദായമായി അതിനെ വ്യാഖ്യാനിക്കപ്പെടുക. ഇവിടെ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ ഈ പരാതി പറയുന്നുണ്ടോ? മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുടെ സമയത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങൾ സമയം ക്രമീകരിക്കുന്നു പറയുന്നതിൽ എന്ത് ന്യായമാണ് അവിടെ ഉള്ളത്? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, മതവിദ്യാഭ്യാസത്തിന് ഏത് രീതിയിലുള്ള തടസ്സമാണ് ശ്രീ മുസ്തഫ ബുണ്ടുപാറ ഉണ്ടാകുന്നത്? അതുകൂടി പറയൂ, ഏത് രീതിയിലുള്ള തടസ്സം ഉണ്ടാകുന്നു? ഞങ്ങളുടെ മതപഠനത്തിനുള്ള സംവിധാനത്തിന് കുഴപ്പമുണ്ടാകുന്നുണ്ട്. അതിന് എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ സമയം നീട്ടുന്നത് ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സർക്കാർ, കോടതിയുടെ അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇതെല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചു പോകേണ്ടതല്ലേ സർക്കാർ? ആ സർക്കാരിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും വലിയൊരു ബഹളമാണ്. കേരളത്തിൽ ഈ നറേഷൻ കൊണ്ടുവരുന്നത് അതിൽ പ്രധാനമായ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ പോലത്തെ ചാനലുകൾ. ഈ വിഷയത്തിൽ ന്യായമായ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CBSE സ്കൂളുകൾ രാവിലെ 8 മണി മുതൽ തുടങ്ങുന്നുണ്ട്. അവിടെയും നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമോ? അവിടെ സമയം മാറ്റണം, അത് 10 മണിയാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ തന്നെ CBSE സ്കൂളുകൾ മിക്കതിലും മുസ്ലിം മാനവേന്റെ കീഴിലുള്ളതാണെങ്കിൽ അതിന് ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മതപഠനത്തിൽ സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതും നമ്മുടെ മതപഠനത്തെ ബാധിക്കപ്പെടുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് പൊതുവിദ്യാലയം ആ വിധത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ കുട്ടികൾ പഠിക്കുന്നത് ഈ പൊതുവിദ്യാലയത്തിലാണ്. ആ പൊതുവിദ്യാലയത്തിൽ അവരുടെ മതവിദ്യാഭ്യാസത്തിന് വിഘാതമാകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം വരുമ്പോ ഞങ്ങൾ അതിനെ അതൊന്ന് ആലോചിച്ചുകൂടെ, ഒന്ന് പുനരാലോചന നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് തിട്ടൂരമായി, അത് കൽപ്പനയായൊക്കെ വ്യാഖ്യാനിക്കപ്പെടുക. ഇതാണോ ജനാധിപത്യം? ശരി, ശ്രീ CK ഷാക്കിർ, ലീഗ് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ